അയോധ്യയിലെ പ്രതിഷ്ഠ ചടങ്ങ് അത് രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാക്കളുടെ വിമർശനങ്ങൾക്കിടെ ബി.ജെ.പി. ആകട്ടെ നാളെ പ്രധാനമന്ത്രി അയോധ്യയിലെത്തുന്നു. ഇന്ന് ബി.ജെ.പിയുടെ പരസ്യ അല്ലെങ്കിൽ പ്രചാരണ വീഡിയോ പുറത്തിറക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണം, കശ്മീരിലെ 370 അനുച്ഛേദം റദ്ദാക്കൽ തുടങ്ങിയവ പ്രധാന നേട്ടങ്ങളായി പ്രകീർത്തിച്ചുകൊണ്ടാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് വീഡിയോയിലേക്ക് പോകുന്നത്. അത് നാളെ ഒരു അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു തുടക്കം തന്നെയായി കണക്കാക്കാം. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അടക്കം അയോധ്യയിലുണ്ടാകും. വലിയ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. അനൂപ്, പ്രതിപക്ഷത്തെ ഈ ആശയക്കുഴപ്പവും അല്ലെങ്കിൽ രണ്ടഭിപ്രായങ്ങളും ഒക്കെ തുടരുമ്പോഴും ബി.ജെ.പി. കൃത്യമായി അവരെന്താണ് തീരുമാനിച്ചത്, അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അത് നടപ്പാക്കിയെന്ന നിലയ്ക്ക് വീഡിയോ വരെ ഇറക്കിക്കൊണ്ട് പ്രചാരണ പരിപാടികളിലേക്ക് പോവുകയാണ്. നാളത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടിയോടുകൂടി ഔദ്യോഗികമായ ഒരു തുടക്കമായിരിക്കുമോ 2024 പ്രചാരണ പരിപാടികൾക്ക്? രാമക്ഷേത്രം തന്നെയാണ് 2024 ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമെന്ന് ബി.ജെ.പി. പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതിനും അപ്പുറത്തേക്ക് കടന്ന് ബി.ജെ.പി. പറയുന്നു വീണ്ടും മോദി വരാൻ പോകുന്നു എന്ന് പറയുന്നു. നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരേ ഒരാൾ മാത്രമേ 3 തവണ തുടർച്ചയായി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന് ശേഷം ആദ്യമായ ഒരാൾ വീണ്ടും 3ാമത്തെ തവണ തുടർച്ചയായി തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന ഒരു പ്രഖ്യാപനം ഈ പ്രചാരണ വീഡിയോയിൽ ആകെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, രാമക്ഷേത്രം, ആർട്ടിക്കിൾ 370, മുത്തലാഖ് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, ബി.ജെ.പി. പല കാലങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഞങ്ങളിതാ നടപ്പിലാക്കി കാണിച്ചു എന്ന പ്രഖ്യാപനം ഈ വീഡിയോയിലുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയം തന്നെ പറഞ്ഞ്, അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെ പറഞ്ഞ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്ന് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ബി.ജെ.പി. അതിനപ്പുറത്ത് നേരത്തെ 2014-ലും 2019-ലും പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾക്ക് അത്ര പ്രാധാന്യം നൽകാതെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നു. അത് തന്നെയാണ് വിഷയമെന്ന് ബി.ജെ.പി. വ്യക്തമാക്കുന്നുണ്ട്. നാളെ പ്രധാനമന്ത്രി അയോധ്യയിലെത്തും. 11,000 കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, റെയിൽവേ സ്റ്റേഷൻ, നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം, വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം, 4 റോഡുകളുടെ ഉദ്ഘാടനം എല്ലാം പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. റോഡ് ഷോയുമുണ്ട്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ പങ്കുവെച്ചത്.